നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്കളുടെ മൂക്കിന് എന്ത് പറ്റി? എന്താ ഏട്ടാ? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയും പറ. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? മൂക്കിലിട്ട് തട്ടിക്കൊണ്ടുപോയി. അങ്കിളിനെ ഇടിച്ച് താഴെ ഇട്ടിട്ട് വിനയേട്ടനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണോ പറയുന്നത്? തട്ടിക്കൊണ്ടുപോയി. അയ്യോ ഈശ്വര, എന്തീ കേൾക്കുന്നേ? നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലേ ഉള്ളൂ, അതിനിടെ ആര് തട്ടിക്കൊണ്ടു പോയെന്നാ പറയുന്നേ? അവന് 2 ഗുണ്ടകളുണ്ടായിരുന്നു. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വണ്ടി നിർത്തി ഇറങ്ങി ഒരുത്തൻ എന്നെ ഇടിച്ച് വീഴ്ത്തി. വേറെ ഒരുത്തൻ മാനവും പടപ്പിച്ച് അവനെ വണ്ടിയിലിട്ടൊന്ന് പോയി. അയ്യോ ഓളെ ചീരു, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അവനെ ആരായിരിക്കും പേടിച്ചുകൊണ്ട് പോയത്? നേരത്തെ ഇതിനുള്ള ശ്രമം നടന്നതല്ലേ അമ്മ? ആരാണ് അവരെന്നും എന്തിനവരെ പിടിച്ചോണ്ട് പോയെന്നും അമ്മയുടെ മകന് മാത്രമേ അറിയൂ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ വാ തുറന്ന് പറയില്ലല്ലോ. മോളെ, എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അവര് കണ്ടുപിടിച്ചോളും. തിരുകുളവാ, നമുക്ക് പോയി പരാതി കൊടുക്കാം. ഞാനെന്തിനാ? അങ്കിളല്ലേ സാക്ഷി. അങ്കിൾ തന്നെ പോയി പരാതി കൊടുത്താൽ മതി. നീയും കൂടി ഒന്ന് ചെല്ലും മോളെ. ഏട്ടൻ ഒറ്റയ്ക്കായതുകൊണ്ടല്ലേ. ശരി, ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. വേഗം വന്ന്. ഏട്ടാ, വേഗം ഒരു വണ്ടി വിളിക്ക്. എത്രയും വേഗം പോലീസിൽ അറിയിക്കണം. ഈശ്വര, എന്റെ മോനൊന്നും സംഭവിക്കല്ലേ. അതോ അവന്മാര് വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ വന്നത്, അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് നടത്തിപ്പോകാൻ പറ്റില്ലല്ലോ. എന്നാലും അവന്മാർ ആരായിരിക്കും അങ്കിൾ? ആ ഫോൺ തന്നെ ആയിരിക്കും അവന്മാരുടെ ലക്ഷ്യം. അത് തന്നെ ആയിരിക്കണം രഘു. ആ ഫോണിന് നമ്മൾ കാണുന്നതിനേക്കാളും വലിയ വില മറ്റാരും കാണുന്നുണ്ടാവണം. ഒന്നുകിൽ ആ ഫോൺ കിട്ടിയാലുള്ള നേട്ടമായിരിക്കണം അവരെ ഈ ഓപ്പറേഷൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ ആ ഫോണിൽ അവർക്കെതിരെ ശക്തമായ എന്തെങ്കിലും തെളിവുണ്ടാവണം. അതായിരിക്കാനാ സാധ്യത. അങ്ങനെയാണെങ്കിൽ അതാ ജീവൻ രാജ അയച്ച കൊട്ടേഷൻ ടീമായിരിക്കണം. അവനെതിരെ അതിൽ തെളിവുണ്ടെങ്കിൽ ഗോകുൽ നിരപരാധിയാണെന്ന് കണ്ടെത്താനും ആ തെളിവ് മതിയാവും. യെസ്, ആ തെളിവ് നശിപ്പിക്കാൻ ജീവൻ രാജ് എന്തും ചെയ്യുമെന്ന് ഉറപ്പാ. ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് അവനായിരിക്കണം രഘു. ചീരുവോ? ലംബോദരൻ നിങ്ങൾ ന്യൂസോടെ എത്തിച്ചു കാണും. എന്തു പറയണം അങ്കിൾ? നമ്മൾ അറിഞ്ഞ കാര്യം ചീരുവിനോട് പറയണം. വേണ്ട, അത് തൽക്കാലം അറിയിക്കണം. നീ സ്പീക്കർ മോഡിലിട്ടെ. ആ ചീരു, എന്താ മോളെ? രഘുവേട്ടാ, വിനേട്ടനെ ആരോ തട്ടിക്കൊണ്ടുപോയി. എപ്പോ? എവിടെന്ന്? വീടിനടുത്തുള്ള ഒരു വഴിയിൽ വെച്ച്. അങ്കിളിനെയും കൂട്ടി കടയിലേക്ക് പോവായിരുന്നു. അത് അവന്മാര് തന്നെയായിരിക്കും രഘുവേട്ടാ. ആര്? രാവിലെ വീട്ടില് വിളിച്ചൊരു ടീം പണമായി വരാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയെന്ന് വിനേട്ടൻ പറഞ്ഞതാ. അവരായിരിക്കും എന്റെ ഡൗട്ട്. അങ്ങനെ പറഞ്ഞ ആളെങ്ങനെ അറിയാൻ ചീരു? അങ്കിൾ അവരെ കണ്ടിരുന്നോ? അങ്കിള് 2 ഗുണ്ടകളെ മാത്രമേ കണ്ടുള്ളൂ. മുഖത്ത് അടി കിട്ടിയതുകൊണ്ട് വേറൊന്നും അങ്കിള് കണ്ടില്ലെന്നാ പറഞ്ഞ. അമ്മ നിർബന്ധിച്ചിട്ട് ഞാനും അങ്കിളും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോവാ. രഘുവേട്ടൻ ഇപ്പൊ എവിടെയുള്ളേ? എന്റെ കൂടെ ഞാൻ ദാസങ്ങളുടെ കൂടെ ചീരു. ആ മോളെ, ഞാനും രഘുവും കൂടി പഞ്ചരത്നത്തിലേക്ക് പോവാം. അണ്ണൻ ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അതെന്തിനാ അങ്കിൾ? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ,
രഘുവും ഞാനും സച്ചിയുടെ സഹായത്തോടെയാണ് പലതും ചെയ്തതെന്ന് മഞ്ചാടി അണ്ണൻ അറിയിച്ചു. അച്ഛനത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്കിളും രഘുവേട്ടനും പോയി അച്ഛനോട് ഇനി എന്ത് സമാധാനം പറയും? ആ ഒരു കൺഫ്യൂഷനിലാണ് ഞങ്ങളും. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ അച്ഛനെ വിളിച്ചേ വിനയനെ ആരോ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിയിക്കണം. അച്ഛനെ അറിയിക്കണോ അങ്കിൾ? അയ്യോ, ഇതും കൂടെ കേട്ടാ അച്ഛന്റെ BP കൂടത്തേ ഉള്ളൂ. ഏയ്, അത് കുഴപ്പമില്ല. ഇതുവരെ സംഭവിച്ചതിനേക്കാൾ വലുതൊന്നും അല്ലല്ലോ. അണ്ണം പിടിച്ചു നിന്നോളും. നീ പറയുമ്പോ ഞാനും രഘുവും വിനയൻ അന്വേഷിക്കാൻ വേണ്ടി പോരിക്കുകയാണെന്ന് കൂടി പറയണം. പോലീസിൽ പരാതി കൊടുക്കുന്നില്ല അങ്കിൾ, അത് പോരെ? ഏയ്, അത് പോരെ മോളെ. പോലീസ് അവനെ കണ്ടെത്തും മുമ്പ് ഞങ്ങൾക്ക് അവനെ കിട്ടണം. എങ്കിൽ ആ ഫോൺ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റും. ശരി, ഞാനെന്നാ അച്ഛനെ വിളിച്ചൊന്ന് പറയട്ടെ. എന്നാ ഞാൻ വെക്കാം. ആ, അപ്പൊ ശരി. രഘു, തൽക്കാലം അണ്ണന്റെ അടുത്ത് പോകാതെ രക്ഷപ്പെടാൻ ഇത് മതി. ഇനി വിനയനെ കണ്ടെത്താനുള്ള വഴി നോക്കണം. ഇനി അവരെ കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ സിറ്റിയിലേക്ക് പോവാ. പറ്റിയാൽ അവിടെ വെച്ച് അവരെ കാണാം. ഇല്ലെങ്കിൽ ഈ പ്രമാണവുമായി കനകരാജനെ ചെന്ന് കണ്ട് പണം ചോദിക്കും. അത് കിട്ടുവാണെങ്കിൽ സച്ചിയുടെ കയ്യിൽ നിന്നും രഘുവിന് വേണ്ടി ദാസ് വാങ്ങിയ കടം തീർത്തിട്ട് വരും. അനു, നീ ഒന്ന് രഘുവേട്ടനെ വിളിച്ചു നോക്ക്. അവർ ചിലപ്പോ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെങ്കിലോ? അതെ അച്ഛാ, രണ്ടുപേരും ഒരുമിച്ച് വരാന്ന് പറഞ്ഞല്ലേ. അവരിങ്ങോട്ട് വരുന്നതല്ലേ അച്ഛാ നല്ലത്. ഞാൻ രഘുവേട്ടനെ വിളിച്ചു നോക്കട്ടെ. വേണ്ടാനു, ഞാൻ അങ്ങോട്ട് പോകാതിരിക്കാൻ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നേ പറയൂ. എനിക്കിനി കാത്തിരിക്കാൻ സമയമില്ല. സച്ചിയുടെ കടം തീർക്കാത്ത ഓരോ നിമിഷവും എന്റെ മഞ്ചാടിമോളുടെ അഭിമാനത്തിന് ക്ഷതമേറ്റോണ്ടിരിക്കുക. അച്ഛാ, ഞാൻ കൂടി അച്ഛൻ്റെ ഒപ്പം വന്നോട്ടെ. ഇന്ന് വന്നാ നാളത്തെ ക്ലാസ്സെങ്കിലും മുടങ്ങാതിരിക്കുമല്ലോ. ശരി, നീ കൂടി വാ. ദാസിനെയും രഘുവിനെയും പറ്റിയാൽ നമുക്ക് അവിടെ വെച്ച് ഒരുമിച്ച് കാണാം. ശരി അച്ഛാ. ചീരുവാണല്ലോ. ആ ചിരു, എന്താ ചീരു എന്താ അച്ഛനെ വിളിച്ചു പറഞ്ഞേ? അത് വിനയനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അയ്യോ, രഘുവും ദാസും അതിന്റെ പുറകെ പോയിരിക്കാണത്രേ. ചീരുമോൾ ഉടനെ തന്നെ പോയി പോലീസിൽ പരാതി കൊടുക്കും. അന്നും അവനെ പിടിച്ചോണ്ട് പോകാൻ തന്നെയാച്ചാ അവര് വന്നത്. ഞാനും ചീരും കണ്ടതുകൊണ്ട് മാത്രം അന്ന് രക്ഷപ്പെട്ടതാ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? വിനയനെ പോലെ ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? വെറുതെ ആരും ഒരാളെ തട്ടിക്കൊണ്ടു പോവില്ലല്ലോ അച്ഛാ. വിനയന്റെ സ്വഭാവം വെച്ച്
അവൻ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കാണും. അങ്ങനെ ഒരുത്തന്റെ അടുത്തേക്ക് ചീരുവിനെ പറഞ്ഞയക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ അനു? അച്ഛാ അത് കുഴപ്പമില്ല അച്ഛാ. ഇതൊരു അവസാന പരീക്ഷണമായിട്ട് എടുക്കാം നമുക്ക്. നമ്മൾ ഒന്നുകൂടി ശ്രമിച്ചില്ല എന്ന് വേണ്ടല്ലോ. മതി, എന്റെ മക്കൾക്ക് ആ കാര്യത്തിൽ ഒരു നിലപാടിലെത്താൻ കഴിഞ്ഞല്ലോ, അത് മതി. മഞ്ചാടി, നമുക്ക് പോവാം. പോയിട്ട് വരാം.